അങ്ങനെ ഗൈസ് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിരുന്നു. സൈക്കിളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവരോട് യാത്ര പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും എത്താൻ പറ്റും. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞു. പയ്യെ വെയിലൊക്കെ ഉണ്ട്. പയ്യെ ചവിട്ടി വീട്ടിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട്. ഓക്കെ, നമ്മളന്ന് ബോട്ടിങ്ങിന് വന്ന ഫിഷൊക്കെ ഉണ്ടായിരുന്നൊരു സ്ഥലമുണ്ടല്ലോ, ഫാം വേൾഡ് ബോട്ടിംഗ് പാർക്ക്. ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് കയറുന്നുണ്ട്. അവിടുത്തെ ചേട്ടൻ ഞാൻ സൂര്യനെല്ലിക്ക് പോണ വഴിക്ക് തന്നെ വഴി വെച്ച് കണ്ട. ചേട്ടൻ്റെ വീട് പോണ വഴിക്ക് എവിടെയോ പോകണം, അടിമാലിയിൽ നിന്ന് അങ്ങോട്ട് പോകണം. അപ്പോൾ ആ ചേട്ടൻ വഴിയിൽ നിർത്തി സംസാരിച്ച്, അപ്പോൾ ആ ചേട്ടനൊന്നും കണ്ട് യാത്ര പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഗായ്സ്, ഇതേ ഫാം വേൾഡിൽ ഞാൻ എത്തി. ഇതാണ് ഞാൻ പറഞ്ഞ ചേട്ടൻ. ചേട്ടൻ ഒന്ന് മാസ്ക് കഴിച്ചൊന്ന് കാണിച്ച്. നമസ്കാരം. ഈ ചേട്ടനും വഴിയിൽ വെച്ച് തന്നെ കണ്ട് നിർത്തി കുറേ സംസാരിച്ച്. ഞാൻ ഇവിടെയാണ് ആ ബോട്ടിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വന്നത്. അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ എന്തായാലും ഈ വഴി കയറണം. എനിക്കിതേ ഒരു കാപ്പിയൊക്കെ തന്ന് പിന്നെ അത് യാത്ര അയക്കാനായിട്ട് വിട്ടേക്കാണ്. നമുക്ക് എന്തായാലും ടാറ്റ പറയാം. ഓക്കെ, ഇനി ആരെങ്കിലും എന്താ ഇപ്പോൾ പറയുന്നത്, എല്ലാവർക്കും കൊറ്റാസ് ഫാം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വിട്ടോളെ. ഓക്കെ ഓക്കെ. വ്യൂവേഴ്സ്, ദേ തൃശ്ശൂരിൽ നിന്ന് വന്ന 2 പിള്ളേർ, വെറും +1 പഠിക്കണ പിള്ളേരാണ്. അവന്മാരുടെ മൈൻഡ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, 2 ചെക്കന്മാരും കൂടി ഇന്ന് മൂന്നാർ പിടിക്കണേ. നൈറ്റ് മൊത്തം റൈഡ് ചെയ്ത് വന്നേക്കണേണ്. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 10-50 കിലോമീറ്റർ താഴെ ഉണ്ട് അവന്മാർക്ക് ചവിട്ടാനായിട്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും എത്തും. ഇതേവരെ ഒന്ന് പരിചയപ്പെട്ടേക്കാം നമുക്ക്. എൻ്റെ പേര് എബിൻ. എവിടെ നിന്ന് പറഞ്ഞാൽ? തൃശ്ശൂരിൽ എവിടെ സ്ഥലം? അപ്പോൾ അത് ഓൺലൈൻ ക്ലാസ് പോലും കട്ട് ചെയ്തിട്ട് വന്നേക്കണവന്മാരാണ്. അവരുടെ മൈൻഡൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. നിങ്ങളും ഇതേപോലെയൊക്കെ ഇറങ്ങ്. അതാണ് മൈൻഡ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇറങ്ങ്. വെറും +1 ആയിട്ടുള്ളൂ. ഇവരുടെ വീട്ടിൽ ഇവർ ചോദിച്ച് സമ്മതിച്ച് അങ്ങോട്ട് ഇറങ്ങി. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ വഴിയിൽ പറഞ്ഞോടത്ത് വെച്ച് കാണാമെന്ന് പിള്ളേർ പറയണം. മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. ഇവരും പോട്ടെ. ഹലോ വ്യൂവേഴ്സ്, വൈപ്പിൽ നിന്ന് കുറച്ച് ആൾക്കാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. എറണാകുളം വൈപ്പിൽ നിന്നുള്ള കുറച്ച് ആൾക്കാർ. ഞാൻ ഇന്നലെ പോയ സ്ഥലത്തേക്ക് അവർ പോകുന്നത്, സൂര്യനെല്ലിയിലേക്ക്. ഇവരെന്തായാലും അറിയും ഞാൻ പോയ വഴികളൊക്കെ എങ്ങനെയെന്ന്. എന്തായാലും ഒന്ന് പരിചയപ്പെടുത്തേക്ക്. എന്തായാലും ഞാൻ അഖിൽ, സാനിയോ. അപ്പോൾ അടിച്ചു പൊളിക്കാം. ഓക്കെ, എത്ര ദിവസമുണ്ട് പരിപാടി? നാളെ വൈകിട്ടല്ലേ? എന്തായാലും അടിച്ചു പൊളിക്കാം. കാണാം. കണ്ടതിൽ സന്തോഷം. നമുക്ക് കോതമംഗലം ടൗൺ വിട്ടപ്പോൾ ഒരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട് ഇവിടെ. നമുക്ക് പുള്ളിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ട് മുമ്പോട്ട് പോവാം. പേരെന്താന്ന് പറഞ്ഞാൽ? എൻ്റെ പേര് ജിസ് തോമസ് അല്ലേ? പുള്ളിയും ഖത്തറിലായിരുന്നു. ഞാനും കഴിഞ്ഞ വർഷം ഖത്തറിലായിരുന്നു. പുള്ളി അപ്പോൾ ഇങ്ങനെ വന്നേക്കാണ് നാട്ടിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ട് സംസാരിച്ച് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച് നിർത്തിയതാണ്. അപ്പോൾ ഒരു തണലൊക്കെ കിട്ടിയപ്പോൾ അങ്ങനെയായിട്ട് നിർത്തി. എന്തായാലും നമുക്ക് പുള്ളിയുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് പോകാം. ഇതേപോലെയാണ് ഓരോ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ കിട്ടുന്നത്. ഓക്കെ, ഇതൊന്ന് നോക്കിയേ. ഞാൻ 3 ദിവസം മുമ്പ് മൂന്നാർ പോണ വഴിക്ക് ഇത് പൊട്ടി ഈ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
എലക്ഷനായിട്ട് പോലും ആരെയും കാണിക്കാൻ ഇതാരും നന്നാക്കിയിട്ടില്ല. ഇതേപോലെ ഞാൻ വെർണക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വേറെ സ്ഥലത്ത് ഇതേപോലെ പൈപ്പ് പൊട്ടി വെള്ളം പോകുന്നു. എല്ലാവരും പറയും വെള്ളം മൂല്യമാണ് പാഴാക്കരുതെന്ന്. എല്ലാവരും ഓരോ ക്യാമ്പയിനായിട്ട് പറയുന്ന കാര്യമാണ്. പക്ഷേ ഈ പാഴായി പോണ വെള്ളം ഈ പൈപ്പൊക്കെ ഒന്ന് ശരിയാക്കി ഈ വെള്ളമൊക്കെ ഒന്ന് പാഴാവാണ്ട് നോക്കേണ്ടത് ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ് ഇത് പാഴാവാണ്ട് നോക്കുന്നത്. എന്ത് ചെയ്യാൻ 3 ദിവസമായിട്ട് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്പോൾ ഇത് എത്ര നാളായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. അതിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമറാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ആലോചിക്കുക, വെള്ളം ഇങ്ങനെ റോഡ് വഴി പോകണതാണ്. മനുഷ്യന്മാരുടെ ജീവൻ്റെ കാര്യമാണ്. എന്തായാലും മുന്നോട്ട് പോകുന്നുണ്ട്. ഈ വോട്ട് ചോദിക്കാൻ വരുമ്പോഴൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നാടിൻ്റെ വികസനത്തിന് വേണ്ടി. പക്ഷെ ശരിക്കും വികസനത്തിന് മുമ്പ് നമുക്ക് ഉള്ളതൊക്കെ ശരിയാക്കുകയാണ് വേണ്ടത്. ഉള്ളതൊക്കെ നന്നാക്കിയിട്ട് അടുത്തത് വികസനം. അതാണ് ഫസ്റ്റ് വേണ്ടത്. നമ്മൾ റൈഡ് ചെയ്ത് പറഞ്ഞ വഴിക്ക് മച്ചാനൊരു സൈക്ലിസ്റ്റാണ്. നമ്മളെ പിടിച്ചെടുത്ത് സംസാരിക്കുകയായിരുന്നു ഇത്ര നേരം. ഒരു 10 മിനിറ്റായി. കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചു. പുള്ളിക്ക് ലോങ് റൈഡ് പോകാനുള്ളൊരു താല്പര്യമുണ്ട്. പുള്ളിനെ ഒന്ന് പരിചയപ്പെടാം. ഏത് ബൈക്കിലാണ് യൂസ് ചെയ്യുന്നത്? എൻ്റെത് മറ്റൊരു ഫാറ്റ് ബൈക്കാണ്. പുള്ളിപ്പോൾ ഒരു ഫാറ്റ് ബൈക്കാണ് ഉപയോഗിക്കുന്നത്. പുള്ളി കുറേ ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഉള്ളൊരു എക്സ്പീരിയൻസ് വെച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. സ്ഥലം എവിടെയൊക്കെ ചെയ്ത്? എൻ്റെ സ്ഥലം കോലഞ്ചേരി. ഈ സ്ഥലം കോലഞ്ചേരിയാണ്. അപ്പോൾ ഞാൻ കോലഞ്ചേരി എത്തിയിട്ടുണ്ട്. ഇനി മുന്നോട്ട് കുറച്ച് പോകാനുണ്ട്. എന്തായാലും കാണാം. ഇവിടെ 2 ചെക്കന്മാരെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഞാനിത് കയറ്റമൊക്കെ ചവിട്ടി വന്നപ്പോഴത്തേക്കിനും 2 മൈൻ്റെ പിള്ളേരാണ്. ഇവരും മൂന്നാറാണ് സ്ഥലം. ഒന്ന് പരിചയപ്പെട്ടേക്കാം. അനുഷ് ജോർജ് അല്ലേ? എന്താണ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയ ഒക്കെ ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ക്രേസി ആസ്നോട്ട് അല്ലേ? എന്തായാലും ഞാനൊന്ന് ഫോളോ ചെയ്യുന്നുണ്ട്. 2 മൈൻ്റെ പിള്ളേരാണ്. ഇവരും കുറേ ടിപ്സൊക്കെ പറഞ്ഞു തന്നത് നമുക്ക്. എന്തായാലും അടുത്ത ട്രിപ്പിൽ കുറേ സ്ഥലങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് അങ്ങോട്ടൊക്കെ വിടാം. എന്തായാലും വഴിയെ കാണാം. SSLC സ്പേസ് B എന്ന ഫോർമാറ്റിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി മനോഹരമായ വീഡിയോകൾ വരുന്നതാണ്. അടുത്ത എൻ്റെ റൈഡിൻ്റെ പ്രഖ്യാപന വീഡിയോവും ഒരു ഗിവ് അവേ പ്രഖ്യാപനവുമാണ്. എന്തായാലും കാത്തിരുന്ന് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.